ടി വാസുദേവൻ നായർ സംവിധാനം ചെയ്ത നിർമാല്യം പുറത്തിറങ്ങി 50 വർഷങ്ങൾ തികയുന്നതിന്റെ ഭാഗമായി ചങ്ങരംകുളം കാണി ഫിലിം സൊസൈറ്റി നിർമ്മിച്ച നിർമാല്യം PO ആദ്യ പ്രദർശനം മാർച്ച് 9-ന് മാസിൻ നടക്കുമെന്ന് കാണി ഫിലിം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിർമാല്യം എന്ന സിനിമയും നമ്മുടെ ഈ പ്രദേശവുമായുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. നിർമാല്യത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഏകദേശം 90% ഷൂട്ടിംഗ് നടന്നത് മുക്കുതല പ്രദേശങ്ങളിലും കണ്ടങ്കാവ്, നെല്ലിക്കാവ്, കീഴേക്കാവ്, ആ പ്രദേശങ്ങളിലൊക്കെ. അപ്പോൾ അതിൻ്റെ 50-ാം വർഷവുമായി ബന്ധപ്പെട്ട് ചങ്ങരകുളത്തെ കാണി ഫിലിം സൊസൈറ്റി നിർമാല്യവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്ററി നിർമ്മിക്കണം എന്ന് വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്യുമെൻ്ററിക്ക് പുറമെ യുടെ പ്രധാനപ്പെട്ട 5 സിനിമകൾ നമ്മൾ പ്രദർശിപ്പിക്കേണ്ട ഇവിടെ മാർസ് തിയേറ്ററിൽ, പിന്നെ 2 പ്രധാന പ്രഭാഷണങ്ങളും MTA ആയി ബന്ധപ്പെട്ട് നടത്തി. ഒന്ന് നിർമാല്യത്തിൻ്റെ വെളിച്ചങ്ങൾ എന്ന് പറഞ്ഞ് ആലങ്കോട് ലീലാകൃഷ്ണൻ നടത്തിയത്, പിന്നെ ഒന്ന് MT സിനിമകളിലെ സംഗീതം എന്ന വിഷയത്തിൽ ശ്രീ E. ജയകൃഷ്ണൻ നടത്തിയ 2 പ്രഭാഷണങ്ങളാണ്. അതിൻ്റെ തുടർച്ചയാണ് ഈ ഡോക്യുമെൻ്ററി. ഇത് കഴിഞ്ഞ 1 വർഷത്തോളമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഡോക്യുമെൻ്ററി നിർമ്മാണം. അതിന് ഈ സിനിമയായി ബന്ധപ്പെട്ട പരമാവധി ആളുകളുമായി ബന്ധപ്പെട്ട അവരുടെ ഇൻ്റർവ്യൂ എടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ P. ചിത്ര നമ്പൂതിരിപ്പാട് മുതൽ മരിച്ചുപോയ മംഗലത്തേരി നാരായണൻ നമ്പൂതിരി, അടൂർ ഗോപാലകൃഷ്ണൻ, അങ്ങനെ ഇങ്ങേയറ്റത്ത് ഒരു +2 വിദ്യാർത്ഥിനി, ഒരു സിനിമാ സംവിധായകൻ കൂടിയായ അഗ്നിത വരെ ഈ സിനിമയിൽ ഭാഗവാക്കായിട്ടുണ്ട്. ആ സിനിമയുടെ ഒരു പ്രദർശനം, ആദ്യത്തെ പ്രദർശനം മാർസ് തിയേറ്ററിൽ വെച്ചിട്ട് ഈ 9-ാം തീയതി കാലത്ത് 9 മണിക്ക് നടക്കുകയാണ്. സംവിധായകനായ പ്രിയനന്ദനാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അതിൽ P. നന്ദകുമാർ MLA, ആലങ്കോട് ലീലാകൃഷ്ണൻ, ചലച്ചിത്ര നിരൂപകരായ I. ഷൺമുഖദാസ്, MC രാജനാരായണൻ, ഫിലിം എഡിറ്ററായ P. വേണുഗോപാൽ, സംവിധായകനായ G. ശശി എന്നിവരൊക്കെ പങ്കെടുക്കും. മുക്കുതലയിൽ ചിത്രീകരണം പൂർത്തീകരിച്ച മലയാള സിനിമയുടെ ചരിത്രങ്ങൾ തിരുത്തിയ നിർമാല്യത്തിന്റെ ഓർമ്മകൾ 50 വർഷത്തിന് ശേഷം ഒരിക്കൽ കൂടി മുക്കുതല എന്ന ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തുകയാണ്. നിർമാല്യത്തെക്കുറിച്ച് ചങ്ങരംകുളം കാണി ഫിലിം സൊസൈറ്റി നിർമ്മിച്ച നിർമാല്യം PO എന്ന ഡോക്യുമെന്ററി അത്തരമൊരു അനുഭവത്തിലേക്കാണ് നയിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മുക്കുതലക്കാര് ആഘോഷിച്ച സിനിമയാണ് ശ്രീ MT വാസുദേവൻ നായർ സംവിധാനം ചെയ്ത നിർമാല്യത്തിന് 50 വയസ്സ് തികയുമ്പോൾ മുക്കുതലക്കാർക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ സാധിക്കില്ലായിരുന്നു. നിർമാല്യം PO എന്ന ഡോക്യുമെൻ്ററി അങ്ങനെയാണ് പുറകെ എടുത്തത്. മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ പത്രക്കാരെല്ലാവരും ഒന്ന് കാണണം എന്നൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഒന്ന് കണ്ടാൽ മാത്രം പോരാ, എന്തെങ്കിലുമൊക്കെ എഴുതുകയും വേണം. എഴുത്താണി കൈവശമുള്ളവർ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എഴുതുന്നത് നല്ല കാര്യമാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് എന്നർത്ഥം. ദേശീയ സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കുകയും പ്രേക്ഷകരുടെയും നിരൂപകരുടെയും ശ്രദ്ധ നേടുകയും ചെയ്ത നിർമാല്യം മലയാളത്തിലെ നവതരംഗ സിനിമകളിൽ പ്രധാനപ്പെട്ടതാണ്. പഴയകാല അനുഭവങ്ങളും ഓർമ്മകളും പുതിയ തലമുറയുടെ ചിന്തകളുമെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് നിർമാല്യത്തിന്റെ ഭൂതകാല ജീവിതവും ഭാവികാല ജീവിതവും അന്വേഷിക്കുകയാണ് ഡോക്യുമെന്ററി ചെയ്യുന്നത്. MTയും അടൂർ ഗോപാലകൃഷ്ണനും മുതൽ +2 വിദ്യാർത്ഥിനി അങ്കിത വരെയുള്ളവർ തങ്ങളുടെ സിനിമാനുഭവങ്ങൾ ചിത്രത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. സ്കൂൾ ഡയറി, സുൽത്താൻ വീട്, ഇന്ദുലേഖ എന്നീ ടെലിവിഷൻ പരമ്പരകളിലൂടെ ശ്രദ്ധേയനായ മുഹമ്മദ് കുട്ടിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. തുടർന്ന് നിർമാല്യം സിനിമയും പ്രദർശിപ്പിക്കും. അജിത്ത് മായനാട്, തുളസി PK, രാമചന്ദ്രൻ CM, മുഹമ്മദ് കുട്ടി, ജബ്ബാർ ആലംകോട്, വാസുദേവൻ അടാട്ട്, P. മോഹനകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ CNTV.